How are you? Hope you are fine and happy. എല്ലാവരും സുഖായിട്ടിരിക്കുന്നില്ലേ? ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ്. ഇംഗ്ലീഷില് കഴിഞ്ഞ ക്ലാസ്സിലേക്ക് നമ്മള് 2 ലെറ്റേഴ്സ് പഠിച്ചല്ലോ. ഏതൊക്കെയാണ്? എ, ബി. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലെറ്റർ സി. ഒന്ന് പറഞ്ഞേ, സി. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, സി. സി. സി ലെറ്ററിന് എന്തുണ്ടായിരിക്കും? വെരി ഗുഡ്. ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, സ്മോൾ ലെറ്റർ ഉണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ സിയും സ്മോൾ ലെറ്റർ സിയും എങ്ങനെ എഴുതാൻ നോക്കിയാലോ? എളുപ്പമാണ് കേട്ടോ, എല്ലാവർക്കും പെട്ടെന്ന് എഴുതാൻ കഴിയും. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, ഞാൻ ആദ്യം ക്യാപിറ്റൽ ലെറ്റർ സി ആണ് എഴുതാൻ പോകുന്നത്. റൈറ്റ് കേവ് കണ്ടോ? ഇത് റൈറ്റ് കേവ്, ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ സി. ഇനി ഒരു സ്മോൾ റൈറ്റ് കേവ് എഴുതി. ഇതെന്താ? സ്മോൾ ലെറ്റർ സി. ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. ക്യാപിറ്റൽ ലെറ്റർ സി എന്ന് പറയുമ്പോൾ ഒരു ബിഗ് റൈറ്റ് കേവ് എഴുതി. ഇനി സ്മോൾ ലെറ്റർ സി എന്ന് പറയുമ്പോൾ ഒരു സ്മോൾ റൈറ്റ് കേവ്. ഇതാണ് സ്മോൾ ലെറ്റർ സി. ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. ഓക്കെ, എളുപ്പല്ലേ? ഇനി നിങ്ങൾക്ക് സ്ലേറ്റിൽ ഇതൊന്ന് എഴുതിക്കൂടെ? ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സി ലെറ്ററിന് ഒരു സൗണ്ട് ഉണ്ട്. എന്താണെന്നറിയോ? സി സൗണ്ട് ക. സി സൗണ്ട് ക. സി സൗണ്ട് ക. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, സി സൗണ്ട് ക. ഓക്കെ, സി സൗണ്ട് ക. ഒന്ന് പറഞ്ഞേ. ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. സി സൗണ്ട് ക. സി സൗണ്ട് ക. ഇനി നമുക്ക് സി ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 4 പിക്ചേഴ്സിന്റെ പേരുകൾ പഠിക്കാനുണ്ട്. നമുക്ക് ആ പിക്ചേഴ്സ് നോക്കിയാലോ? നിങ്ങൾ എല്ലാവരും ചായ കുടിക്കാൻ ഉപയോഗിക്കും. ഒന്ന് പറഞ്ഞേ, കപ്പ്. ഒന്നുകൂടെ പറഞ്ഞേ, കപ്പ്. 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 ഓക്കെ, ഞാന് ഈ കപ്പ് ഇവിടെ ഒട്ടിക്കാൻ പോവാണേ. ഓക്കെ, ഇനി അടുത്ത ചിത്രം നോക്കിയാലോ? ഇതൊരു വെഹിക്കിൾ ആണ്. നമ്മള് എ ലെറ്റർ വെച്ചിട്ട് ഒരു വെഹിക്കിൾ പഠിച്ചല്ലോ. എന്താണ്? എയ്റോപ്ലെയിൻ. വെരി ഗുഡ്. ബി ലെറ്റർ വെച്ചിട്ടും ഒരു വെഹിക്കിളിന്റെ നെയിം പഠിച്ചിട്ടുണ്ട്. എന്താണ്? ബസ്. വെരി ഗുഡ്. ഇനി നമ്മള് സി ലെറ്റർ വെച്ചിട്ട് ഒരു വെഹിക്കിളിന്റെ പേര് പഠിക്കാൻ പോവാണ്. ഏതാണ്? വെരി ഗുഡ്. കാർ. കാർ. ഒന്നുകൂടെ പറഞ്ഞേ, കാർ. നിങ്ങൾ കാറിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഒന്ന് പറഞ്ഞേ, കാർ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, കാർ. കാറിന് എത്ര വീൽസ് ഉണ്ട്? കാറിന് എത്ര ചക്രങ്ങൾ വരുന്നുണ്ട്? 4 വീൽസ് ആണ് കാറിന് വരുന്നത് അല്ലെ? അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, വെരി ഗുഡ്. ഞാൻ ഇനി കാറിന്റെ ചിത്രം ബോർഡിൽ ഒട്ടിക്കാൻ പോവാണേ. ഇനി ഒന്ന് പറഞ്ഞേ, കപ്പ്. കാർ. കപ്പ്. കാർ. ഇനി അടുത്ത ചിത്രം നോക്കിയാലോ? ഇതാരാണ്? മ്യാവ് സൗണ്ട് ഉണ്ടാക്കാറില്ലേ? ആരാണ്? ക്യാറ്റ്. ആരാണ്? ക്യാറ്റ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ക്യാറ്റ്. ക്യാറ്റ് എങ്ങനെ സൗണ്ട് ഉണ്ടാക്കാറ്? മ്യാവ്. മ്യാവ്. ഒന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് ആക്കിക്കേ. ക്യാറ്റിന്റെ സൗണ്ട് ചെയ്തേ. മ്യാവ്. മ്യാവ്. ഓക്കെ, എന്താണ്? ക്യാറ്റ്. എന്താണ്? ക്യാറ്റ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ക്യാറ്റ്. ക്യാറ്റ്. ഓക്കെ, ഞാൻ ഇനി ക്യാറ്റിന്റെ ചിത്രം ബോർഡിൽ ഒട്ടിക്കാൻ പോവാണേ. ഓക്കെ, കപ്പ്, കാർ, കാറ്റ്. ഇനി ലാസ്റ്റ് ചിത്രം നോക്കിയാലോ? ഇത് നിങ്ങളെ വീട്ടില് ഉണ്ടായിരിക്കും. ചില ആളുകളെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും. കണ്ടിട്ടുണ്ടോ?
കണ്ടിട്ടുണ്ട്. ഇതിന് സി ലെറ്റർ വെച്ചിട്ട് ഒരു പേര് പറയും. അതെന്താണെന്നറിയോ? ഞാൻ പറയട്ടെ പറയട്ടെ കൗ. കൗ ഒന്ന് പറഞ്ഞേ. കൗ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. കൗ. കൗ നമുക്ക് എന്താ തരിക? എന്താ തരിക? കൗ ഗിവ്സ് us മിൽക്ക്. കൗ ഗിവ്സ് us മിൽക്ക്. കൗ നമുക്ക് പാല് തരില്ലേ? തരില്ലേ? ഓക്കെ, വെരി ഗുഡ്. ഞാനിനി ഇത് ബോർഡിൽ ഒട്ടിക്കാൻ പോവാണേ. ഇപ്പൊ നമ്മള് സി ലെറ്റർ വെച്ചിട്ട് 4 ചിത്രങ്ങളുടെ പേരുകൾ പഠിച്ചല്ലോ. ഏതൊക്കെയാണ് എന്ന് പറഞ്ഞേ? കപ്പ്, കാർ, ക്യാറ്റ്, കൗ. ഓക്കെ, ഈ ചിത്രങ്ങളെ ഓർത്തിരിക്കാൻ ഞാനൊരു കുഞ്ഞു കഥ പറഞ്ഞു തരട്ടെ. ഓക്കെ, അമ്മു എന്ന് പറയുന്ന കുട്ടി, നിങ്ങളെ പോലുള്ള ഒരു കുട്ടി. ആ കുട്ടിക്ക് ചായ കുടിക്കാൻ വീട്ടില് കപ്പില്ല. അങ്ങനെ അവൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു കപ്പ് വേണം. അപ്പൊ അവള് കപ്പ് വാങ്ങിക്കാന് അച്ഛന്റെ കൂടെ കാറിൽ ഇങ്ങനെ പോവാണ്. പെട്ടെന്ന് റോഡ് സൈഡില് മ്യാവ് മ്യാവ് എന്നുള്ള സൗണ്ട് കേട്ടു. ആരായിരിക്കും? ആരായിരിക്കും? ക്യാറ്റ്. വെരി ഗുഡ്. അങ്ങനെ അവര് ക്യാറ്റിനെയൊക്കെ കണ്ട് കുറച്ചു ദൂരം ഇങ്ങനെ എത്തിയപ്പോ റോഡ് സൈഡില് പുല്ല് തിന്നോണ്ടിരിക്കുന്നു. ആരേ? ആരേ? കൗ. അങ്ങനെ അവര് കൗവിനെയൊക്കെ കണ്ട് കപ്പ് വാങ്ങിക്കാൻ പോയി. നല്ല മനോഹരമായിട്ടുള്ള കപ്പൊക്കെ വാങ്ങി അമ്മു നല്ല ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇഷ്ടപ്പെട്ടോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. അമ്മു കപ്പ് വാങ്ങിക്കാൻ കാറിൽ പോയി. റോഡ് സൈഡിൽ ആരൊക്കെ കണ്ടു? ക്യാറ്റിനെ കണ്ടു, കൗവിനെ കണ്ടു. അമ്മു കപ്പ് വാങ്ങിക്കാൻ കാറിൽ പോയി. റോഡ് സൈഡില് ക്യാറ്റിനെ കണ്ടു, കൗവിനെ കണ്ടു. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇനി എല്ലാവരും നിങ്ങളുടെ ലെഫ്റ്റ് കൈ ഒന്ന് ഇങ്ങനെ പിടിച്ചോ. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ സി. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ സി. ഇങ്ങനെ പിടിച്ചേ. ഇതാണ് സ്മോൾ ലെറ്റർ സി. ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? സി ലെറ്റർ പഠിച്ചു അല്ലേ? ഓക്കെ, എന്നാ പറഞ്ഞേ? ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി. സി എങ്ങനെ എഴുതാ? ബിഗ് റൈറ്റ് കർവ് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ സി. സ്മോൾ റൈറ്റ് കർവോ എന്താ? സ്മോൾ ലെറ്റർ സി. ഓക്കെ, കണ്ടോ? ബിഗ് റൈറ്റ് കർവ് ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ സി. ഇനി സ്മോൾ റൈറ്റ് കർവ് ആണെങ്കിൽ സ്മോൾ ലെറ്റർ സി. ഓക്കെ, പിന്നെ നമ്മള് സി ലെറ്റർ വെച്ചിട്ട് 4 പിക്ചേഴ്സിന്റെ പേരുകൾ പഠിച്ചല്ലോ. ഏതൊക്കെയാണ്? ബോർഡ് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞേ. കപ്പ്, കാർ, ക്യാറ്റ്, കൗ. ഒന്നുകൂടെ പറഞ്ഞേ. സി ഫോർ കപ്പ്, സി ഫോർ കാർ, സി ഫോർ ക്യാറ്റ്, സി ഫോർ കൗ. ഓക്കെ, ഈ ചിത്രങ്ങളെ ഓർത്തിരിക്കാൻ ഞാനൊരു കഥ പറഞ്ഞല്ലോ. എന്താണ്? അമ്മു കപ്പ് വാങ്ങിക്കാൻ കാറിൽ പോയി. റോഡ് സൈഡില് ക്യാറ്റിനെ കണ്ടു, കൗവിനെ കണ്ടു. അമ്മു കപ്പ് വാങ്ങിക്കാൻ കാറിൽ പോയി. റോഡ് സൈഡില് ക്യാറ്റിനെ കണ്ടു, കൗവിനെ കണ്ടു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 12 കണ്ടോ? നമ്മൾ പഠിച്ച ചിത്രങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്യാപിറ്റൽ ലെറ്റർ സിയും ഒരു സ്മോൾ ലെറ്റർ സിയും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? എന്താ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ നമ്മൾ എന്താ ചെയ്യാറ്? വെരി ഗുഡ്, കളർ ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് കളർ ചെയ്യാം. എന്നിട്ട് അതിന്റെ താഴെ ഈ 2 കള്ളിയിലും നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ സി എഴുതുക. ഈ താഴെ വരുന്ന 2 കള്ളിയിലും സ്മോൾ ലെറ്റർ സി എഴുതാം. ഓക്കെ, എന്നാ വേഗം എഴുതിക്കോളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.